ഹലോ എവ്രി വൺ. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ കാര്യം പറയാം. ആരെയും വിമർശിക്കാനോ തെറ്റിദ്ധരിപ്പിക്കാനോ അല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്കെൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം തോന്നി, അതുകൊണ്ട് മാത്രം ഉണ്ടാക്കിയ വീഡിയോ കേട്ടോ. ഇത് കാണുന്നവർ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ദേ കണ്ടോ, ഞാനും നിങ്ങളെപ്പോലെ ഈ കാണുന്ന സാധനങ്ങളൊക്കെ കണ്ടിട്ടിരിക്കുകയാണ്. ആദ്യമൊന്നും ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ കുറേ പൊട്ടത്തരങ്ങൾ ചെയ്തിട്ടുമുണ്ട്. എന്നാൽ ചില യൂട്യൂബേഴ്സ് ഇടുന്ന വീഡിയോസ് കണ്ടിട്ട് എനിക്ക് ഹെൽപ്ഫുള്ളും ആയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. എന്താണ് ഇൻക്രീസ് വ്യൂ, ഇൻക്രീസ് സബ്സ്ക്രൈബേഴ്സ്, അതായത് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി വ്യൂസ് ഇൻക്രീസ് ആവും, പിന്നെ അങ്ങനെ ചെയ്താൽ മതി സബ്സ്ക്രൈബേഴ്സ് ഇൻക്രീസ് ആവും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് ഈ ബട്ടണിലൊക്കെയാണ് ഇരിക്കുന്നതെന്ന്? ഈ യൂട്യൂബിനെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ ഇല്ലാത്ത, അതായത് ബിഗിനേഴ്സിന് ചില വീഡിയോസൊക്കെ ഹെൽപ്ഫുൾ ആകും. പക്ഷേങ്കിൽ ഈ വ്യൂസ് കൂട്ടാൻ, സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ എന്ന് പറഞ്ഞിട്ടിടുന്ന വീഡിയോസ് ഒന്നും ഇരിക്കുന്നില്ല കേട്ടോ. അതൊക്കെ ശരിക്കും നമ്മളെ കയ്യിലും നമ്മളെ ഓഡിയൻസിൻ്റെ കയ്യിലും ദൈവത്തിൻ്റെ കയ്യിലും പിന്നെ ബാക്കി യൂട്യൂബിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇന്നാളൊരു ദിവസം ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തംബ്നെയിൽ എന്താണെന്ന് എനിക്ക് അത്ര ഓർമ്മ കിട്ടുന്നില്ല. പക്ഷെ സംഭവം ഇതൊക്കെ തന്നെ ആയിരുന്നു. വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കൂട്ടാനും നിങ്ങൾ ഈ തെറ്റ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനത് നോക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ കണ്ടത്. ഏകദേശം ഒരു 10 മിനിറ്റോളമുള്ള വീഡിയോ ആണ്. എൻ്റെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് പിന്നെ എന്താ കാര്യം എങ്ങനെ ചെയ്യണം എന്ന് മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോ വരുന്നത്. ആ ഫുൾ വീഡിയോ ഞാൻ കണ്ടു. അതിൽ എനിക്ക് മനസ്സിലായ ഒറ്റൊരു കാര്യമുള്ളൂ, നമ്മളെ ഓഡിയൻസ് നമ്മളെ ഇടുന്ന വീഡിയോസും ഷോർട്സും കാണുന്നുണ്ടെങ്കിൽ അവരത് വ്യൂ ചെയ്തെങ്കിൽ നമ്മൾ രക്ഷപ്പെടും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനീ പറയുന്നത്. നമ്മൾ ഇടുന്ന കണ്ടൻറ്റ്, അതായത് നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോൻ്റെ കണ്ടൻറ്റ് അടിപൊളിയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഷെയറും ലൈക്കും എല്ലാം വന്നോളും. കണ്ടൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്കങ്ങനെ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അടുത്ത സംഭവം എന്ന് വെച്ചാൽ തംബ്നെയിലാണ്. ഇപ്പോൾ ഞാൻ പോലും ഒരു തംബ്നെയിൽ കണ്ട് അട്രാക്റ്റഡ് ആയിട്ടാണ് എന്താ അതിൻ്റെ ഉള്ളിൽ, ആ വീഡിയോൻ്റെ ഉള്ളിലെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അത് എടുത്ത് നോക്കുന്നത്. സോ ഒബ്വിയസ്ലി നമ്മൾ തംബ്നെയിൽ അടിപൊളിയായിട്ട് ചെയ്തെങ്കിൽ നമുക്ക് നമ്മളെ ഓഡിയൻസ് അത് കണ്ടോളും, വീഡിയോ കണ്ടോളും. അപ്പം തംബ്നെയിൽ നല്ല സെറ്റപ്പ് ആക്കിയിട്ട് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ അടുത്ത സംഭവം എന്ന് വെച്ചാൽ ടൈമിംഗ് ആണ്. യൂട്യൂബ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഏത് സമയത്താണ് നമ്മളെ ഓഡിയൻസ്, നല്ല ഒരുപാട് ഓഡിയൻസ് ഉണ്ടാകുന്ന ടൈം ഏതാണെന്ന് കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ ചില സമയത്ത് നമ്മൾ അതിൽ ആ ടൈമിൽ ഇട്ടാൽ പോലും വ്യൂ വരുന്നൊന്നുമില്ല. എനിക്ക് യൂട്യൂബ് കാണിച്ചു തന്ന ടൈമിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പം എനിക്ക് അത്ര വ്യൂ വന്നിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ചില സമയങ്ങളിൽ വരുന്നുണ്ട്, പക്ഷേ ചില സമയങ്ങളിൽ ഞാൻ വീഡിയോ ഇട്ട് 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും എനിക്ക് വ്യൂസ് കൂടുന്നത്. അപ്പോൾ ഇതിൽ എങ്ങനെയാണെന്ന് അറിയില്ല. ബട്ട് സ്റ്റിൽ ടൈമിങ്ങിന് ഇമ്പോർട്ടൻസ് ഉണ്ട് പോലും. ഞാൻ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം കുറച്ച് മുന്നേ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്തപ്പോഴാണ് എനിക്ക് 1 hour വാച്ച് അവർ കിട്ടിയത്. അപ്പോഴാണ് മനസ്സിലായത് നമ്മൾ വാച്ച് അവേഴ്സ് കൂട്ടണമെങ്കിൽ ലോങ് വീഡിയോ നിർബന്ധമായിട്ടും ചെയ്യണം. പിന്നെ ഷോർട്സ് ഇട്ടിട്ട് വ്യൂസ് കൂട്ടിയിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ മോണിറ്റൈസ് ആവാമെന്ന് വെച്ചാൽ കുറച്ച് പണിയാണ്. എന്ന് വെച്ചാൽ അത് 3 million ആവണമെങ്കിൽ വൈറലാവണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. അപ്പം അത് എനിക്കത്ര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടില്ല. ലോങ് വീഡിയോസൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് മോണിറ്റൈസ് ആയി കിട്ടുന്നതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായിട്ടുള്ളത്. പിന്നെ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടും. എന്ന് വെച്ചാൽ എല്ലാവരും ഈ ലോങ് വീഡിയോസ് കാണാൻ നിൽക്കില്ല. അധികം ആൾക്കാരും ഷോർട്ട് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ടാവും. അതായത് പെട്ടെന്ന് കണ്ടു തീർക്കാമല്ലോ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ. അപ്പോൾ അതിൽ അവർ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് വരും. എനിക്ക് കൂടുതലും ഷോർട്ട് വീഡിയോസിനാണ് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഷോർട്സും അപ്ലോഡ് ചെയ്യണം, ലോങ് വീഡിയോസും അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ എക്സ്പീരിയൻസ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.